പ്രവർത്തന മികവിൽ ഇനിയൊട്ടും വിട്ടുവീഴ്ചയില്ല. വരാനിരിക്കുന്ന നിർണായക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന ഘടകത്തിൽ കടുത്ത ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് ഒരുങ്ങുകയാണ് BJP. വലിയ നേട്ടം പ്രതീക്ഷിച്ച പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ അലംഭാവം കാണിച്ച പല നേതാക്കളെയും ചുമതലയിൽ നിന്ന് നീക്കം ചെയ്ത് അടിത്തറ ശക്തമാക്കാനാണ് BJP ഇപ്പോൾ ഒരുങ്ങുന്നത്. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടതും എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാതിരുന്നതുമാണ് നേതൃത്വം ഇപ്പോൾ ഗൗരവത്തിലെടുത്തിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാന ലക്ഷ്യമായി അവതരിപ്പിച്ചാണ് സംസ്ഥാന നേതൃത്വം തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയത് തന്നെ. എന്നാൽ അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായ തൃശൂരിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അനാവശ്യമായി ഇടപെട്ട ഒരു സംസ്ഥാന നേതാവിനെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി താക്കീത് ചെയ്യുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചതൊഴിച്ചാൽ കാര്യമായ നേട്ടമൊന്നും തന്നെ ഉണ്ടാക്കാനായില്ല എന്നൊരു വികാരം നേതൃത്വത്തിനുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കഴിഞ്ഞ തവണത്തെ 2-ൽ നിന്ന് ഇക്കുറി 1-ലേക്കായി സീറ്റ് ചുരുങ്ങി. 2500 ജനപ്രതിനിധികളെ ഉറപ്പിച്ച BJPക്ക് 1911 പേരെ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത് താഴെത്തട്ടിലുള്ള സംഘടനാ ദൗർബല്യം വ്യക്തമാക്കുന്നു. ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റാതെ ജനറൽ സെക്രട്ടറിമാർ മുതൽ താഴെത്തട്ടിലാകും പുനഃസംഘടന. തിരഞ്ഞെടുപ്പ് സമയത്ത് നിഷ്ക്രിയരായിരുന്ന മണ്ഡലം പ്രസിഡന്റുമാരെ നീക്കം ചെയ്യും. വീഴ്ച വരുത്തിയ പ്രദേശങ്ങളിലെ ചുമതലക്കാരായ നേതാക്കളെയും ജില്ലാ പ്രസിഡന്റുമാരെയും താക്കീത് ചെയ്യും. ഈ പുനഃസംഘടന ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് പദ്ധതിയിടുന്നത്. മെറിറ്റിന്റെ ബേസിസിൽ പ്രകടന മികവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നേതാക്കളുടെ സ്ഥാനം നിശ്ചയിക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് തന്നെയാണ് BJP ഇപ്പോൾ തുടക്കമിടാൻ പോകുന്നത്. കേരളത്തിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയവർക്കെതിരെ കടുത്ത നടപടിയെടുക്കാനുള്ള ഈ തീരുമാനം ലക്ഷ്യം കൈവരിക്കാനുള്ള പാർട്ടിയുടെ ദൃഢനിശ്ചയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടിത്തറ ശക്തമാക്കി പുതിയ കരുത്തോടെ മുന്നോട്ട് പോകാനുള്ള ഈ നിർണായക ചുവടുവെപ്പ് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്ന് BJP നേതൃത്വം കരുതുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ.